എടാ PSC വിളിച്ചല്ലോ. ഇത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്തിട്ട് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ കയറിയിട്ട് ശമ്പളം വാങ്ങും. അവസാനം പിന്നെ പെൻഷൻ വാങ്ങി മരിച്ചാണ് പോവാം. അതൊക്കെ പണ്ട്. ആ ചിന്തയൊക്കെ മാറിയില്ലേ? ഡൽഹി ജാമിയ മില്ലയിൽ നിന്ന് അറബിക്കിൽ PG യും പിന്നീട് ഡോക്ടറേറ്റും ശേഷം ഗവൺമെൻറ് സർവീസിൽ പ്രവേശിച്ചതിന് ശേഷം അത് മാറ്റിവെച്ച് ഇന്ന് ഖത്തറിൽ ഫജ്റുൽ അമാൻ കമ്പനീൻ്റെ CEO ആണ് ഞാൻ. എന്തുകൊണ്ട്? എംപ്ലോയിയിൽ നിന്നും ഓണ്ടർപ്രണറായിട്ട് വളരുവാൻ, അങ്ങനെ പലർക്കും ജോലി ഒരുക്കുവാൻ അതിന് നിർബന്ധമായി നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മുടെ ടാലൻറ്റിലുള്ള കോൺഫിഡൻസ് ആണ്. ലാംഗ്വേജിലുള്ള നമ്മുടെ ടാലൻറ്റ് വളർത്തുന്ന ഏറ്റവും നല്ലൊരു അക്കാഡമി ഫോർലിംഗോ ഫോറിൻ ലാംഗ്വേജസ് അക്കാഡമിയുടെ ബ്രാൻഡ് അംബാസഡറാണ് ഞാനിന്ന്. നമ്മുടെ ടീം അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. أبشر، نحن متعاونين مع أكبر المستشفيات بأمهر الأطباء مع أحدث التقنيات. എല്ലാവരും ചോദിക്കാറുണ്ട്, ഇന്ത്യയിൽ മാത്രം പഠിച്ച് അറബ്സിനെ പോലെ അറബി സംസാരിക്കൽ പോസിബിൾ ആണോ? ഞാൻ ഹിബ റഷീദ്, അറബി കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട്, അറബ് ടൂറിസം കൺസൾട്ടന്റ് എന്നീ പൊസിഷനുകളിൽ 5ഓളം കമ്പനികളുമായി അസോസിയേറ്റ് ചെയ്യുന്നു. അറബി ഭാഷ സംസാരിക്കാൻ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് സീക്രട്ട് ഫോർമുലാസ് ഉണ്ട്. ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും എന്നെക്കാൾ നന്നായി അറബ്സിനെ പോലെ അറബി ഭാഷ സംസാരിക്കാൻ സാധിക്കും. سر إتقان اللغة العربية بين يديك. تحدث اللغة كأنك من أهلها. അറബി ഭാഷ പഠിച്ചിട്ട് എന്ത് കാര്യം? ഹൈദരാബാദ് ഇഫ്ലുവിൽ നിന്ന് മാസ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കരിയർ ആരംഭിക്കുന്നത് ടെക് ഭീമനായ ഗൂഗിളിൽ നിന്നാണ്. ഞാൻ മുഹമ്മദ് സ്വാലിഹ്, ഫൈനാൻഷ്യൽ മേഖലയിലെ നമ്പർ 1 കമ്പനിയായ സ്റ്റോണക്സിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സാലറി എക്സ്പെക്ടേഷൻ ആയിരങ്ങളിലോ 10,000ങ്ങളിലോ ആവരുത്, ലക്ഷങ്ങളിലായിരിക്കണം. കഴിഞ്ഞ 15 വർഷമായി ട്രാൻസ്ലേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പേര് ഉമർ ഹസൻ. ഈ കാലയളവിനിടയിൽ ട്രാൻസ്ലേഷൻ മേഖലയിൽ വരുന്ന എല്ലാ ഡോക്യുമെന്റുകളും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ട്രാൻസ്ലേറ്റർ ആയി കഴിഞ്ഞാൽ എന്താണ് ഉപകാരം എന്നുള്ളത്. ഇതിനു മറുപടി, വിദേശ രാജ്യങ്ങളിലെ എംബസികളിലും കോൺസുലേറ്റുകളിലും MNCകളിലും അവസരങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുന്നു.